നമസ്കാരം. നേപ്പാളിൽ ഒരു വലിയ ജലബോംബ് പൊട്ടിയിരിക്കുന്നു. ആ ജലബോംബിന്റെ കാരണം എന്താണെന്ന് പലരും തിരഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈന നിർമ്മിച്ച ഒരു ടൗൺ. ആ ടൗൺ വരുന്നത് തൃശൂലി നദി ഒഴുകുന്ന വഴിയിലാണ്. ആ നദി ഒഴുകുന്ന വഴിയിൽ അല്പം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ടൗൺ ചൈന നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ടൗൺ നിർമ്മിച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴൊരു വലിയ പ്രളയം നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഭാഗത്തേക്ക് വരുന്ന ഒരു ഗ്ലേഷ്യർ ഉണ്ട്. ഈ ഗ്ലേഷ്യറിൽ ഒരു വലിയ പൊട്ടലുണ്ടാകുന്നു. ആ പൊട്ടൽ ഉണ്ടാകുന്നതിന് കാരണം അവിടെ, അതായത് ഈ ടിബറ്റിനോട് ചേർന്ന് വരുന്ന പ്രദേശത്തുണ്ടായ ഒരു ഭൂകമ്പമാണ്. ഒരു ഭൂകമ്പം എന്ന് പറയുന്ന ഒരു ചെറിയ ഭൂകമ്പമാണ്, ഒരു ട്രെമറാണ്. ആ ഭൂകമ്പം ഉണ്ടാകുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തൃശൂലി നദിയുടെ വഴി ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു ടൗൺ നിർമ്മിച്ചതാണ്. അങ്ങനെ 4.4 രേഖപ്പെടുത്തുന്ന ഒരു ചെറിയ ഭൂകമ്പം എന്ന് പറയാൻ പറ്റില്ല, ഒരു വിറയൽ, അത് ഉണ്ടാക്കുന്ന വലിയ ഓളങ്ങളൊന്നും ഉണ്ടാക്കുവാൻ സാധ്യതയില്ലാത്ത ചെറിയൊരു ഭൂകമ്പമായിരുന്നു അത്. പക്ഷേ അത്രയും ചെറിയ ഒരു കുലുക്കമുണ്ടായപ്പോൾ തന്നെ അവിടെ ഒരു അവലാഞ്ച് അഥവാ ഒരു മഞ്ഞുപാളി പൊട്ടുന്ന അനുഭവം ഉണ്ടായി. അങ്ങനെ മഞ്ഞുപാളി പൊട്ടുവാനായിട്ട് കാരണമായിരിക്കുന്നത് ഈ ട്രെമറല്ല, അതിനപ്പുറം ചൈനയുടെ ആ ടൗണാണ്. ആ ചൈനയുടെ ടൗൺ ഉണ്ടായത് കൊണ്ടാണ് ചെറിയ ഒരു തരംഗം ഉണ്ടായപ്പോൾ തന്നെ അവിടെ ജലബോംബ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. താരതമ്യേന വളരെ യുവത്വമുള്ള ഒരു പ്രദേശമാണ് ഹിമാലയത്തിലെ ഈ മേഖല എന്ന് പറയുന്നത്. ഹിമാലയം തന്നെ 40 മുതൽ 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പെയാണ് ഉണ്ടായത്. വളരെ യുവത്വമുള്ള ഒരു യങ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്, മടക്ക് പർവ്വതമാണ് ഹിമാലയം എന്ന് പറയുന്നത്. ആ ഹിമാലയൻ മേഖലയിൽ ചൈന ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചലനമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അതിലൂടെ 100 കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണക്കുകളിൽ നമുക്ക് ഏകദേശം 170ഓളം ആൾക്കാരെ കാണാനില്ല എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഇത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടാണ് ചൈന ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. നേരത്തെ കോവിഡിൻ്റെ സമയത്തൊക്കെ വുഹാൻ മേഖലയിലൊക്കെ ചൈനയുടെ പ്രവർത്തനങ്ങൾ ലോകം തന്നെ ചർച്ച ചെയ്ത ഒന്നാണ്. ഇത്തരത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഒരു വാട്ടർ ബോംബ് എന്ന നിലയിലാണ് തൃശൂലി നദിയെ അറിയപ്പെടുന്നത് തന്നെ. ഒരു വൈറ്റ് വാട്ടർ ബോംബ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ധാരാളം പർവ്വതങ്ങൾക്കിടയിലൂടെ ഇത് വരുന്നത് കൊണ്ട് തന്നെ വലിയ പ്രഹരശേഷിയും തൃശൂലി നദിക്കുണ്ട്. നമ്മുടെ ഭാരതത്തിലെ ഗന്ധകി നദിയുടെ ഒരു കൈവഴിയാണ് തൃശൂലി എന്ന് പറയുന്നത്. ഭാരതത്തിലേക്ക് എത്തുമ്പോൾ ഗന്ധകിയായി മാറി ഗന്ധകി പിന്നീട് ഗംഗയിൽ ഒഴുകിച്ചേരുകയാണ് ചെയ്യുന്നത്. അത്രയേറെ വളരെ കൃത്യമായ ഒരു കോഴ്സ് ഈ നദിക്ക് ഈ പർവ്വത മേഖലയിലൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ലോഡാണ് ഇതുവഴി നമുക്ക് ഗംഗയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അപകട സാധ്യതയും വളരെ വലുതായിട്ട് കൂടുതലാണ്. തൃശൂലി നദിക്ക് പുറമെ കോശി നദിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നം നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത്. ചൈന ഈ രീതിയിൽ പല ഓപ്പറേഷൻസും ഇതിൻ്റെ തുടക്കത്തിൽ, അതായത് നദി ഒഴുകുന്നതിൻ്റെ തുടക്കത്തിൽ ചൈന പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു വയ്ക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഭാരതത്തെയും ബാധിക്കാനുള്ള കാരണമായി മാറുന്നുണ്ട്. കാരണം കോശി നദി എന്ന് പറയുന്നത് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ്. അതോടൊപ്പം തന്നെ ഗന്ധകി നദിക്ക് ഭാരതവുമായിട്ടും വലിയ ഭാരതത്തിലൂടെയാണ് ഗന്ധകി നദി ഒഴുകുന്നത്. ഈ തൃശൂലി നദി ചെന്ന് ചേരുന്ന ഇടത്താണ് ഗന്ധകി നദി. അതുകൊണ്ട് തന്നെ ഈ പ്രളയം ഭാരതത്തെയും കടന്നാക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ആക്രമിക്കുന്നത് നേപ്പാൾ പ്രദേശത്താണ്. നേപ്പാൾ എന്ന് പറയുന്നത് വളരെയധികം ദുർബലവും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഭൂകമ്പ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രദേശവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലൊരു പ്രശ്നം ആ മേഖലകളിലേക്കൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ചൈന വളരെ കൃത്യമായ രീതിയിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ നേപ്പാളിന് അത് വലിയ രീതിയിലുള്ള പ്രശ്നം തന്നെയാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കണക്കാക്കേണ്ടത് ചൈന ഒരുക്കിയ ജലബോംബ് തന്നെയാണ് നിരീക്ഷകരടക്കം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തു തന്നെയായാലും ചൈനയുടെ ഈ രീതിയിലുള്ള നീക്കം, ചൈനയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അത്യാർത്തിയുടെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പലതും സംഭവിക്കുന്നുണ്ട്. കാട്ടിൽ കയറി കാട്ടിൽ അനാവശ്യമായ രീതിയിലുള്ള
മൃഗവേട്ട നടത്തുകയും ആ മൃഗവേട്ടയിലൂടെ ഒരു വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ചൈനയുടെ മാർക്കറ്റ് സംവിധാനങ്ങൾ ക്രമീകരിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ നദികളുമായി ബന്ധപ്പെട്ട് ചൈനയുടെ പ്രവർത്തനങ്ങൾ വളരെയധികം മോശമായ രീതിയിലാണ് ഉള്ളത്. ലോകത്തിലെ പല രാജ്യങ്ങളെയും വെട്ടിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് ചൈന ഈ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇപ്പോൾ നേപ്പാളിലേക്ക് ഇത്തരത്തിലുള്ള ഭൂകമ്പം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് ചൈന എന്തെങ്കിലും തരത്തിലുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ, ചൈനയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നേപ്പാളും ഭാരതവുമായി അടുത്ത് വരികയാണ്. ആ രീതിയിൽ ചൈന മറ്റെന്തെങ്കിലും തന്നെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് കൂടി ഇതിൽ അന്വേഷണ വിധേയമാകേണ്ട ഒരു കാര്യം തന്നെയാണ്. നേപ്പാളും ഭാരതവുമായുള്ള ഒരു ബന്ധം ചൈന ഈ രീതിയിൽ എന്തെങ്കിലും സമീപിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണങ്ങൾ നടത്തും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ ചൈന ഉണ്ടാക്കിയ ഈ ടൗൺ തന്നെ വളരെയധികം ഇത്തരം കാര്യങ്ങൾക്ക് പര്യാപ്തമായ കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഓപ്പറേഷൻസുകൾ തീർച്ചയായിട്ടും ചൈനയെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം തന്നെ ഉണ്ടാകണം. അല്ല എങ്കിൽ ചൈനയ്ക്ക് താഴെ വരുന്ന ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ പ്രശ്നമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ചും പ്രധാനമായും ഇത്തരത്തിൽ ചൈന ടിബറ്റിലാണ് ഈ തരത്തിലുള്ള ഓപ്പറേഷനുകൾ നടത്തുന്നത്. ടിബറ്റിൽ ഓപ്പറേഷൻ നടത്തുവാൻ വേണ്ടി ചൈനയ്ക്ക് ടിബറ്റ് കിട്ടിയത് തന്നെ ഭാരതം കാരണമാണ്. അത് നെഹ്റു എടുത്ത വളരെ മോശമായ ഒരു തീരുമാനം. 1959 നെഹ്റു എടുത്ത ഒരു തീരുമാനമാണ് പിന്നീട് ടിബറ്റ് പിടിച്ചെടുക്കുവാൻ. 1950കളിലൊക്കെ ടിബറ്റ് ഭാരതത്തിനോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഭാരതം അത് ചെവിക്കൊള്ളുവാൻ തയ്യാറായില്ല. 1959 ടിബറ്റിനെ ആക്രമിച്ച് ചൈന കീഴടക്കുകയുണ്ടായി. അങ്ങനെ ചൈനയ്ക്ക് കീഴിൽ ടിബറ്റ് എത്തിയത് കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് ഒരു ജലബോംബിൻ്റെ പുറത്തേക്ക് ഭാരതത്തെയും നേപ്പാളിനെ പോലുള്ള രാജ്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കുന്നതിലാണ് കാര്യങ്ങൾ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. അക്സായ് ചിൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അതിനുശേഷമാണ് 1959 ടിബറ്റ് പിടിച്ചതിന് ശേഷമാണ് 62 ഇൻഡോ ചൈന യുദ്ധം ഉണ്ടാകുന്നത്. ഇതിനൊക്കെയും കാരണമായിട്ടുള്ളത് നെഹ്റു ചൈനയോട് കാണിച്ച ഒരു സോഫ്റ്റ് കോർണറാണ്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള നിലപാടിലൂടെ ചൈന വളരെയധികം വലിയ സാമ്രാജ്യത്വ ശക്തിയായി മാറുന്നു. ചൈനയുടെ സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്ക് ആക്കം കൂട്ടിയതും ആ തരത്തിലുള്ള ഒരു നടപടി തന്നെയായിരുന്നു. 1914 ഷിംല കൺവെൻഷൻ ഒന്നും ചൈന അംഗീകരിച്ചിട്ടില്ല. ഷിംല കൺവെൻഷൻ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ചൈന ടിബറ്റ് പിടിച്ചെടുക്കുന്നു. അതിനുശേഷം അക്സായ് ചിൻ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെ ഭാരതത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും ചൈന കണ്ണുവയ്ക്കുന്നു. ഇപ്പോൾ തന്നെ അരുണാചൽ പ്രദേശും മറ്റ് പ്രദേശങ്ങളിലേക്കും ചൈന കണ്ണുവച്ചിരുന്നു. ചൈനയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശും ചേർന്നൊരു ഗൂഢാലോചന നടത്തിയിരുന്നു. അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ മോചിപ്പിച്ച് അത് ചൈനയുടെ ഭാഗമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢമായ പദ്ധതികൾ ചൈന ആവിഷ്കരിച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ, വളരെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദം തന്നെ ഇതിന്റെ പേരിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.